Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. പരമാർത്ഥം, പരമന്റെ അർത്ഥം. കഴിഞ്ഞ കാലം അതിൻ്റെ അർത്ഥം. ഭൂതകാലത്തിൻ്റെ അർത്ഥം വർത്തമാന കാലഘട്ടം വെളിവാക്കണം. പരമേട്ടൻ പരമപാവായി. പഴയ നാട്ടിലേക്ക് പുതിയ ആളായി. അവർ പഴയതൊന്നും മറക്കില്ല. ഞാൻ പുതിയതവരെ ഓർമ്മപ്പെടുത്തണം. നിന്റെ മാറ്റത്തിന് ഞങ്ങൾ സാക്ഷികളാണ്. ജോപ്പ, ആ കാണുന്നതാണ് ഓരോ നക്ഷത്ര സമൂഹം. നക്ഷത്രങ്ങൾക്ക് എന്ത് സുഖ, ചുമ്മാ നിന്ന് കത്തിക്കൊണ്ടിരുന്നാ മതി. ചില നക്ഷത്രങ്ങൾ മരിച്ചിട്ട് കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞു. അതിന്റെ പ്രകാശം ഇപ്പം ഭൂമിയിലെത്തുന്നുള്ളൂ. എന്റെ അമ്മേ, ഈ ദൈവം ആരാ മോൻ? നിത്യശൂന്യത ഓർക്കുമ്പോ തന്നെ തല മരിവിച്ച് വിശക്കുന്നു. ജോണി, ദാണ്ടെ ദൂരെ നിന്നൊരു നക്ഷത്രം പതുക്കെ റോഡിലൂടെ വരുന്നു. അത് മരിച്ചിട്ട് ഒരുപാട് വർഷമായി കാണുമോ? ദാ, ഞാൻ നോക്കട്ടെ. എന്റെ ജോപ്പ, നിന്റെ കണ്ണിന്റെ കോളാമ്പി അടിച്ചു പോയോ? അതൊരു കാളവണ്ടിയാടാ. ഈ സമയത്ത് ഏതാ ഒരു കാളവണ്ടി? അത് പട്ടണത്തിന്ന് പച്ചക്കറിയായി വരുന്നതായിരിക്കും. ചിക്കനുമായി വന്നാ മതിയായിരുന്നു. പച്ചക്കറി നമ്മൾ തിന്ന് നശിപ്പിക്കില്ലേ? അതാണ് മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നത്. അത് ആരുടെ കണ്ടുപിടുത്തവാ? മഹാനായ ഒരാളാണ്. അതാരാ മണ്ടനായ മഹാൻ? അത് ഞാൻ തന്നെ. മഹാത്മാവേ സ്തുതി. വരവ് വച്ചിരിക്കുന്നു. നോക്ക്, പരമം വീണ്ടും പരോളിനിറങ്ങി. കൂടെ ഒരു കത്തിവേഷം ഉണ്ടല്ലോ. നമസ്കാരം. എന്റെ ശിക്ഷ പൂർത്തിയായി. ജയിൽവാസം കഴിഞ്ഞു. കുറച്ചലഞ്ഞു തിരിഞ്ഞു. ഇതെന്റെ ഭാര്യ പരിമളം. നമസ്കാരം. ജോണി, നീ അറിയാതെ നിന്റെ വീട്ടിൽ നിന്ന് 2 മുട്ടൻ കോഴികളെ ഞാൻ പൊക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ജന്മവാസന. ഞാൻ ആളു മാറി. ഇവരെ വെച്ചോളൂ. ഞാൻ കോഴിയെ പറ്റി ഓർത്തതേ ഉള്ളൂ. ഇത് എന്നാ പറ്റി പരമ? മാറ്റം എല്ലാവരിലും ഉണ്ടാവില്ലടേ കുട്ടൻ. ജയിൽവാസം കുറെ പാഠങ്ങൾ പഠിപ്പിച്ചു. തിന്മയൊരു തടവറയാ, നന്മ വിശാലമായ സ്വാതന്ത്ര്യം. അതെ, നേരമിരുട്ടി. ഞങ്ങൾ പോവാ. ശരി, ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി. അടുത്ത ഉടായിപ്പാണോ? സത്യമായും അല്ല, ഞങ്ങൾ സാക്ഷികൾ. കുറെ ദിവസമായി ഞങ്ങൾ കൂട്ടത്തിലുണ്ട്. അവർക്ക് വിശന്നിട്ടും ഞങ്ങളെ തൊട്ടില്ല. എന്റെ അമ്മേ, എനിക്ക് വിശന്നായിരുന്നേ ഞാൻ നിങ്ങളെ തട്ടിയേനെ. ദൈവമേ, ജോപ്പന് വിശക്കല്ലേ? നമുക്ക് പോകാം, നേരം ഒരുപാടായി. ജോപ്പ, ഞങ്ങൾ അതിഥികളാണ്, ഞങ്ങളെ തട്ടല്ലേ.
ജോപ്പൻ ഒരു ദുഷ്ടനല്ല. ഒരു പൊട്ടനാണ്. ഗുഡ് നൈറ്റ്. ഇന്നലത്തെ കാറ്റിൽ തേനീച്ചക്കൂടുള്ള മരക്കൊമ്പ് വീണു. തേനീച്ചകൾ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു തന്നതാ. അതെ, നമ്മുടെ പിള്ളേർക്ക് വെച്ചേക്കണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ ജോപ്പൻ നിന്നെ തിന്നും. ഷടാ, എനിക്കതൊന്നുമല്ല സന്തോഷം. ഈ പരമന് വന്ന മാറ്റമാണ്. ആശാനെ, മാറ്റം വരാതെ ആരും ഈ ഭൂമി വിട്ടു പോവില്ല. മരണമാണ് അവസാനത്തെ മാറ്റം. കൂട്ടുകാരി, തിന്മയൊരു തടവറയാണ്. അതിൽ ഞാൻ എന്നെ അടച്ചിരുന്നു. ആ, നിന്റെ കഥ പറയാൻ വരട്ടെ. ആ, ദേ നമ്മുടെ പിള്ളേര് വരുന്നു. ആ, ഓടിവാ, ഇന്ന് നല്ല മധുരമുള്ള ദിവസാ. കല്യാണം മാനസാന്തരം. കല്യാണം മാനസാന്തരമല്ല, മനസ്സിന്റെ ഒരു യോജിപ്പല്ലേ കല്യാണം. പരമേട്ട, എങ്ങനെ മാറാൻ പറ്റി? പോലീസ് കൂമ്പിലിടിച്ചോ? മാനസാന്തരം എന്നൊക്കെ പറയുന്നത് ദൈവം തരുന്നതല്ലേ പരമാ? ഇവൾ പറഞ്ഞൊരു സംഭവമാണ് എന്നെ ആകെ മാറ്റിമറിച്ചത്. അതെ, എന്തായിരുന്നു ആ സംഭവം? അത് എന്റെ അപ്പന്റെ മരണം അല്ല, അതൊരു പ്രതികാരമായിരുന്നു. അത് പറ, എന്താ സംഭവിച്ചത്? ഒരിക്കൽ എന്റെ അപ്പൻ പിടിച്ച കോഴികളെല്ലാം ഒരു തള്ളക്കോഴിയുടെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. ഇന്ന് കൊണ്ടുവന്നത് മുഴുവൻ ഒരു കുടുംബത്തിലെ കോഴികളെയാ. തിന്നോള്ളിയും തിന്നോള്ളിയും തിന്നോ. പിറ്റേന്ന് അപ്പൻ വീണ്ടും ഒരു കോഴിയുമായെത്തി. അതിന്റെ പകുതി ഞാൻ തിന്നിരുന്നു. ആരും ഇത് തുടരുത്, അപകടം. ആ കോഴിയുടെ ചുണ്ടിൽ ഒരു എഴുത്തുണ്ട്, അതെടുത്ത് വായിക്കി. എന്റെ മക്കളെ നീ തിന്ന് തീർത്തു. വിഷച്ചോർ കഴിച്ച് ഞാൻ കാത്തിരിക്കുന്നു. എന്നെ ഭക്ഷിക്ക്. വേദനയോടെ തള്ളക്കോഴി, നിന്റെ മക്കൾ എന്നെ തൊടാതിരിക്കട്ടെ. ഇതാണ് ദാരുണമായ ആ സംഭവം. തിന്മയൊരു ദുരന്തമാണ്. ഒരുപാട് പേരെ കണ്ണീരിലാഴ്ത്തുന്നു, നമ്മളെ അസ്വസ്ഥരാക്കുന്ന ദുരന്തം. ഒരു ജയിൽവാസത്തിന്റെ ബാക്കി പത്രമാണിത്. പരമാന്തം. എടാ ജോപ്പ, പരമാന്തമല്ല, പരമാർത്ഥം. ഇത് പരമന്റെ അർത്ഥം. പരമമായവൻ, അത് മാത്രമാണ് അർത്ഥം. തിന്മ എന്റെ മുഖാവരണമായിരുന്നു. ഉള്ളിലെവിടെയോ ഒരു തെളിവുള്ള കനൽ എരിയാതെ എരിഞ്ഞിരുന്നു. അസ്വസ്ഥതയുടെ കൊടുങ്കാറ്റിൽ അത് എരിഞ്ഞു കത്തി. തിന്മയുടെ പുകപടലം മാറി നന്മ തെളിഞ്ഞു കത്തി. ഒരു മഹാപ്രക്രിയ ആയിരുന്നു. അതായിരുന്നു പരമാർത്ഥം. എന്റെ ഈശ്വര, തകർത്തു. തിന്മ ഒരു വലിയ ശൂന്യത സൃഷ്ടിക്കും, മഹാഗർത്തം. പാപി അതിൽ വീണടിയും. ദൈവത്തിന് ഇന്നലകൾ ആവശ്യമില്ല, അതെന്തുമായിക്കൊള്ളട്ടെ. ഉള്ളിൽ വല്ലാത്തൊരു കുളിര്. ഒരു ഇതുപോലത്തെ കുളിരല്ലേ? ഈ കാട് നന്മയാകുന്നു. ഇനി അങ്ങോട്ട് നന്മ വഴികൾ മാത്രം. സ്വർഗരാജ്യം നേരെ വന്നൊരാൾ കയറുന്ന ഇടമല്ല. അത് ദുർഘടപാതയുടെ അവസാനമാണ്. ചിലർക്കത് തിരികെ വന്ന് കയറുന്ന ഇടമാണ്. തിന്മയുടെ അസ്വസ്ഥതയുടെ തീരത്ത് നിന്ന് നന്മയുടെ പ്രശാന്തതയുടെ തീരത്തിലേക്ക് നിരന്തരമായ പ്രയാണം. മാനസാന്തരം അത് ഉന്നതത്തിൽ നിന്നുള്ള ദാനമാണ്. അത് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാർ. ജോപ്പ, ദൈവത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താ? 5 അപ്പം 5000 പേർക്ക് കൊടുത്തു. നീ തിന്ന് ചാകും ജോപ്പ. ഞാനതിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ സാധ്യത ദൈവം മാത്രമാണ്. കാരണം കാലമില്ല ദൈവത്തിലേക്ക്. ഏത് കാലത്ത് നിന്നും തിരികെ പറക്കാം. അതെ, ദൈവത്തിലേക്ക് ഏത് കാലത്ത് നിന്നും ഏതവസ്ഥയിൽ നിന്നും തിരികെ വരാം. അതാണ് മാനസാന്തരം. പരമാർത്ഥം.